ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ക്യാരറ്റ് മിൽക്ക് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്യാരറ്റ് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓവൺ ഇല്ലാതെ നമുക്ക് പോട്ടിൽ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ഇതുപോലത്തെ ഒരു പോട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് താഴെ ഒന്നും കരിഞ്ഞു പിടിക്കാതെ നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ 2 ഇഞ്ച് കനത്തിൽ പൊക്കമുള്ള ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ലിഡ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കേക്ക് ടിന്ന് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ ഒട്ടും കരിഞ്ഞു പിടിക്കാതെ വളരെ സോഫ്റ്റായിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബേക്കിംഗ് അവണില്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ 1.5 കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്യാരറ്റാണ് വേണ്ടത്. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ക്യാരറ്റിലെ കൂടുതലുള്ള വെള്ളം പോയി കിട്ടാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ക്യാരറ്റിലെ കൂടുതലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ക്യാരറ്റ് ചേർക്കുമ്പോഴേക്കും ബാറ്ററി ലൂസായി പോവുകയില്ല. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷമേ നമുക്ക് ഇത് ബാറ്ററിലോട്ട് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഫാനിൻ്റെ അടിയിലോ എവിടെയെങ്കിലും വെക്കാം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്, പശുവിൻ പാലാണ്. ഇത് ഞാൻ 500 മില്ലി പാലെടുത്തിട്ടുണ്ട്. ഇത്രയും ആവശ്യം വരില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിനകത്ത് എടുത്താൽ മതിയാവും. നോർമൽ ടെമ്പറേച്ചറിൽ പാലായിരിക്കണം. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മളുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരമുള്ള പലഹാരങ്ങളിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെ ചേർത്ത് ഈ പഞ്ചസാര പൊടിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 400 മില്ലി പാലെടുത്തിട്ടുണ്ട്. ബാക്കി പാല് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 400 മില്ലി പാലിൻ്റെ ആവശ്യമേ വരുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ ചേർത്ത് തീരുന്നത് വരെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം പാലിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്ററുമായിട്ട് നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക. ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ അധികം പുളിക്കാത്ത കട്ടത്തൈരോ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റാണ്. റോസ്റ്റ് ചെയ്ത ഗ്രേറ്റഡ് ക്യാരറ്റിൻ്റെ ചൂടെല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദാമാവ് തൂവി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാറ്ററിലേക്ക് ചേർക്കാം. അപ്പോൾ ബാറ്ററിൻ്റെ അടിയിൽ പോയി ഇത് അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദാമാവ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും ക്യാരറ്റ് എല്ലാം താഴെ അടിഞ്ഞ് ഇരിക്കും. അത് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് ബാറ്ററുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. 2 kg കേക്കിൻ്റെ മോൾഡാണിത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് നല്ലതുപോലെ പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദാമാവ് തൂവി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും പൊടി നല്ലതുപോലെ പറ്റിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താൽ കേക്ക് റെഡിയായി കഴിയുമ്പോഴേക്കും മോൾഡിൽ സ്റ്റിക്ക് ചെയ്യാതെ ഇരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഇനി കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന പോട്ടിലേക്ക് നമുക്ക് ഈ മോൾഡ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായ പോട്ടായിരിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതും എല്ലാം നന്നായിട്ട് ചൂടായിരിക്കണം. ഇനി കവർ ചെയ്ത് 45 മുതൽ 50 മിനിറ്റ് വരെ മീഡിയം ഹീറ്റിൽ ബേക്ക് ചെയ്യാം. 50 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇതിപ്പോൾ 50 മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത്. കേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പോട്ടിൽ നിന്നും പുറത്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മോൾഡിൽ നിന്ന് നമുക്ക് ഇത് മാറ്റാൻ പാടുള്ളൂ. എന്നാലേ കറക്റ്റായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കേക്ക് കാണാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ പോട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്യാരറ്റ് മിൽക്ക് കേക്ക് മാത്രമല്ല, ഏത് കേക്കും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബീറ്ററും ഓവണും ഒന്നും ഇല്ലാതെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു സ്പൂണോ ഉണ്ടോ വിസ്കോ ഉണ്ടോ നമുക്ക് ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഏത് കേക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. കത്തി വയ്ക്കുന്നത് അറിയേയില്ല, അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ കേക്ക്. കുട്ടികൾക്ക് ഇത് ഇടനേരങ്ങളിൽ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ ഇത് വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.